സഹോദരന്മാരെ, ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഈ വാർത്തയിൽ പറയുന്നത് ആ ഉസ്താദിനെ ആക്രമിച്ച വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു ആലോ, ഏതായാലും നല്ല കാര്യം തന്നെ. മംഗലാപുരം സൂറത്കലിൽ മദ്രസ അധ്യാപകന് മർദ്ദനം. കുട്ടിയെ ശാസിച്ചതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിൽ. പള്ളിക്കുള്ളിൽ അതിക്രമിച്ചു കയറി ഉസ്താദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. അതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് ഇത്രക്കായിരം മനുഷ്യന്മാർ, ആ മഹലിലുള്ള മനുഷ്യന്മാർ ഈ ഉസ്താദിനെ ആക്രമിച്ചതറിഞ്ഞിട്ട് ആ പള്ളിയിൽ തടിച്ചുകൂടിയ മനുഷ്യന്മാരാവോലും. അതും നല്ല കാര്യം തന്നെയാണ്. ഒരു ഉസ്താദ് ആക്രമിക്കപ്പെട്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആ മഹലിലുള്ള മുഴുവൻ ആൾക്കാരും എടുത്തുകൂടും. എന്നാൽ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇത്രക്കായിരം ജനങ്ങളുണ്ടായിട്ട് അതിലൊരാൾക്കു കയ്യൂക്കുള്ള ഒരാളും ഇല്ലാണ്ടായി പോയല്ലോ എന്നോർക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ഈ അടിച്ച ഈ ഉസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അടിച്ച ആ വ്യക്തിക്ക് തിരിച്ച് 2 കൊടുക്കേണ്ട ബാധ്യതയില്ലേ? അതിനുശേഷമല്ലേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. എന്നിട്ട് ചോദിക്കും അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുകയാണോ എന്ന് ചോദിക്കും. ഒരിക്കലുമല്ല, അക്രമം ഒന്നിനൊരു പരിഹാരമല്ല. പക്ഷേ ഇങ്ങനെയുള്ളത് ഓരോ നാട്ടില് ഇങ്ങനെയുള്ള തമ്മാടി കൂട്ടങ്ങൾ ഉസ്താദുമാരെ വന്നിട്ട് ആക്രമിക്കുമ്പോൾ അതിനൊരു മറുമരുന്ന് കൊടുക്കേണ്ട ബാധ്യത ആ നാട്ടുകാർക്കുണ്ട്. ഉസ്താദ് പല തെറ്റും ചെയ്തിട്ടുണ്ട്. ഉസ്താദ് നല്ലതാണെന്നുള്ള അഭിപ്രായം നടക്കില്ല. ഉസ്താദിന് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ഉസ്താദുമാരും മലക്കുകളൊന്നല്ലോ, തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ 2 കൊടുക്കുകയും ചെയ്യുക. അത് പല നാട്ടിൽ നിന്നും നടക്കുന്ന, എന്റെ നാട്ടിൽ നിന്നും പലപ്പോഴുമായിട്ട് നടന്നിട്ടുണ്ട്. അതല്ല സ്വാഭാവികമാണ്. അതെന്ത് ചെയ്യണോ? ആദ്യം മഹല്ല് കമ്മിറ്റിന്റെ നേതൃത്വത്തിലായിരിക്കണം. എല്ലാവരും തോന്നുന്നോ പോയിട്ട് കയറിയിട്ട് കൈകാര്യം ചെയ്തിട്ട് പോകുക എല്ലാവരും പോയിട്ട്. അതും ആ പെണ്ണുങ്ങളെ ആവേശം കണ്ടണ താത്ത ഉമ്മിയാ പോലും. ഇൻഷാ അല്ലാഹ് ആ പെണ്ണുങ്ങൾക്കെല്ലാം കാലം അള്ളാഹ് നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ആ മഹല്ല് കമ്മിറ്റി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 11 കമ്മിറ്റി ഉണ്ടാവുമല്ലോ. ആ കമ്മിറ്റിയിൽപ്പെട്ട ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നത് നമ്മൾ കേൾക്കുന്നില്ല. ചിലപ്പോ ഈ മഹല്ല് കമ്മിറ്റി പ്രതിന്റെ കൂടിയാണോ അല്ലെങ്കിൽ ഉസ്താദിന്റെ കൂടിയാണോ ഒന്നും പറയാൻ കഴിയില്ല. പ്രതിന്റെ കൈമേൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചായാനും സാധ്യതയുണ്ട്. കമ്മിറ്റിക്കാർ മിണ്ടണ്ട, നിങ്ങളാരും മിണ്ടണ്ട, നമുക്ക് കേസിന് പോകണ്ട, നമ്മൾ കുടുംബാലിന് പോകണ്ടെന്ന് പറയാനും ആൾക്കാരുണ്ടാവും. എന്നാൽ ഈ വിഷയത്തിൽ മഹല്ല് കമ്മിറ്റി പ്രതികരിക്കേണ്ടതല്ലേ? കാരണം വെച്ചാൽ ഒരു ഉസ്താദ് മാറി ഏത് നാട്ടിലേക്ക് വരുന്ന ഉസ്താദും ആ മഹല്ല് കമ്മിറ്റിനെ പ്രതീക്ഷിച്ചിട്ടല്ലേ വരുന്നത്. അല്ലാതെ ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും പ്രതീക്ഷിച്ചായിരുന്നു. അതല്ല, ഇവര് നമ്മളെ വിഷയങ്ങൾ ഏറ്റെടുക്കൂ. കമ്മിറ്റിയാണ്, മഹല്ല് കമ്മിറ്റിയാണ്. ആ മഹല്ല് കമ്മിറ്റിനെ വിശ്വസിച്ചിട്ടാണ് ഓരോ നാട്ടിൽ നിന്ന് ഉസ്താദ്മാർ ജോലിക്ക് വരുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവർ കൃത്യമായിട്ട് പ്രതികരിക്കണ്ടേ? അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ ഇവർ മനസ്സ് വെക്കുന്നില്ല. അത് എന്താണെന്ന് അറിയില്ല. ഏതായാലും അവർ പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കുന്ന കരുതി ഇന്നേതായാലും വെള്ളിയാഴ്ചയാണല്ലോ. ഏതായാലും ഇന്ന് ആ നാട്ടിലെ പള്ളിയിൽ കൂടിയ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒരു കാര്യങ്ങൾ തീരുമാനിക്കണോ? മറ്റുള്ളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവിടെ ചിലപ്പോൾ സംഘടനാ സങ്കുചിതത്വം പലപ്പോഴും നടക്കുന്ന ഈ മഹല്ലുകളിൽ ഇങ്ങനെ വന്ന് ഉസ്താദ്മാർക്ക് എതിരെ വരുന്ന പ്രശ്നങ്ങളിൽ സംഘടനാ സങ്കുചിതത്വം, അത് എന്റെ സംഘടനയാണ് നിന്റെ ഈ വിഷയത്തിൽ നിങ്ങൾ എടുക്കരുത്. കാരണം എന്നറിയാം, ഒരു ഉസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്, നിങ്ങൾ ചിന്തിച്ചോക്കിയേ, ചിലപ്പോൾ രാവിലെ തന്നെ ആസ്തിയായിരിക്കും. രാവിലെ കട്ടൻ ചായയും കുടിച്ചിട്ടായിരിക്കും ഈ ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞിട്ടുണ്ടാകുക. അത് കഴിഞ്ഞ് കത്തലടക്കുന്ന സമയത്ത് പോയിട്ട് അടിക്കുമ്പോൾ അത് എത്രമാത്രം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ആ പള്ളിക്ക് കൂടിയ ചെറുപ്പക്കാർ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കണം. അദ്ദേഹത്തെ, ഉസ്താദിനെ ആക്രമിച്ചായി കയ്യൂക്കുള്ള ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഒന്ന് പോയിട്ട് നിങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ്, പൂമാല ഇട്ടിട്ട് ഒന്ന് സ്വീകരിക്കാനുള്ള കേസിന്റെ ഭാഗത്ത് നടക്കട്ടെ. ഒന്ന് പൂമാല ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ബൊക്ക കൊടുത്തിട്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം നിങ്ങൾ കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേട്ടാ, നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. ഇവനും ഇല്ലേ എവിടെയോ ഇരുന്നിട്ട് അക്രമമൊന്നും പാടില്ല, ഒരിക്കലും പാടില്ല, ചെയ്യാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ പോയിട്ട് കാണണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഷയം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് നിങ്ങൾ പറയണം. കമ്മിറ്റിക്കാരേതായാലും മിണ്ടുന്നില്ല. ഏതായാലും നാട്ടിൽ നല്ല ചെറുപ്പക്കാരുണ്ടാവും. അത് പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്താ. അവർ പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു.